എന്തൊരു പോരാട്ട വീര്യമാണ് കേബിൾഡ് ടീം നിങ്ങളുടേത്. മഹാഭാരതത്തിലെ രാക്ഷസ കഥാപാത്രമായ ജരാസന്ധനോടൊക്കെ ഈ ടീമിനെ ഉപമിക്കാനാണ് തോന്നുന്നത്. നെടുകെ രണ്ടായി മുറിച്ചിട്ടാലും മുറിവ് കൂടിച്ചേർന്ന് പിന്നെയും ജീവൻ വെക്കുന്ന അപൂർവ ജനസ്. ഈ കുഞ്ഞൻ ദ്വീപ് രാജ്യത്തിന്റെ വിസ്മയ പ്രകടനത്തിന് മുന്നിൽ പെട്ടുപോയ അർജന്റീനയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇടയ്ക്കൊക്കെ ഇത് അർജന്റീന തന്നെയാണോ കളിക്കുന്നതെന്ന് സംശയം തോന്നിയിരുന്നു. ആദ്യ ലോകകപ്പിൽ തന്നെ കേപ്പ് വെർഡെയുടെ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് കണ്ട് അമ്പരന്നിരിക്കുകയാണ് ഫുട്ബോൾ ലോകം. കഴിഞ്ഞ 4 മത്സരത്തിലും നിശ്ചിത സമയമായ 90 മിനിറ്റും തോൽക്ക് സമ്മതിക്കാത്തൊരു ടീം. അവരുടെ നിശ്ചയദാർഢ്യത്തെ, എത്ര പിന്നിൽ പോയാലും തിരിച്ചടിക്കാനുള്ള കെൽപ്പിന്, കേളി മികവിനെ, ആരെയും കൂസാത്ത പ്രകൃതത്തെ എത്ര അഭിനന്ദിച്ചാലാണ് മതിയാവുക. പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാനാകാതെ പുറത്തായെങ്കിലും ബൊസീനിയയുടെയും കൂട്ടരുടെയും പ്രകടന മികവിന് മുന്നിൽ നീട്ടിയൊരു സല്യൂട്ട് നൽകട്ടെ. അബ്സല്യൂട്ട് സിനിമ പോലെ തോന്നിച്ചൊരു ത്രില്ലർ പോരാട്ടത്തിനൊടുവിലാണ് 3-2 അർജന്റീനയുടെ കഷ്ടിച്ചുള്ള ജയം. ടൂർണമെന്റിലെ കേപ്പ് വെർഡെയുടെ ആദ്യ തോൽവി കൂടിയാണിത്. കളിയുടെ 28-ാം മിനിറ്റിൽ ലോങ് ബോൾ മനോഹരമായി നിയന്ത്രിച്ചെടുത്ത് ലയണൽ മെസ്സി നേടിയ വണ്ടർ ഗോളിലൂടെ അർജന്റീനയാണ് ആദ്യം മുന്നിലെത്തിയത്. മെസ്സി ബൊസീനിയ പോരാട്ടത്തിൽ അർജന്റീൻ ഇതിഹാസം ആദ്യം മുന്നിലെത്തിയ നിമിഷം. ഹൈഡ്രേഷൻ ബ്രേക്കിന് തൊട്ടു പിന്നാലെ എതിരാളികളെ ജാഗ്രതക്കുറവ് മുതലെടുത്താണ് 29-ാം മിനിറ്റിൽ നീലപ്പട ആദ്യം മുന്നിലെത്തിയത്. ഒരു നിമിഷ നേരത്തെ മാന്ത്രികത കൊണ്ട് അനായാസേന ഗോൾ വല കുലുക്കാനുള്ള ഗോട്ടിന്റെ പ്രതിഭാപാഠവും കണ്ട് ലോകം വീണ്ടും കൈയടിച്ചു. ഈ ലോകകപ്പിൽ 7ാമത്തെ ഗോൾ കൂടി കണ്ടെത്തിയതിലൂടെ ഫ്രാൻസിന്റെ എംബാപ്പയെ പിന്നിലാക്കി മെസ്സി ഗോൾഡൻ ബൂട്ട് റൺ തുടരുകയാണ്. മറ്റൊരു നേട്ടം കൂടിയുണ്ട്. ലോകകപ്പിൽ തുടർച്ചയായ 8ാം മത്സരത്തിലാണ് മെസ്സി ഗോൾ കണ്ടെത്തിയത്. ഒപ്പം ലോകകപ്പിലെ തന്റെ റെക്കോർഡ് ഗോൾ നേട്ടം 20 ഉയർത്താനും ലിയോക്ക് സാധിച്ചു. എന്നാൽ 59-ാം മിനിറ്റിൽ റയാൻ മെൻഡസിന്റെ ക്രോസിൽ നിന്ന് ഡുവാർട്ടെ വലകുലുക്കിയതോടെ കേപ്പ് വെർഡെ ഒപ്പമെത്തി. നിശ്ചിത സമയത്ത് സ്കോർ 1-1 ആയതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. കേപ്പ് വെർഡെയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പതറിയ ലോക ചാമ്പ്യന്മാർ ഒടുവിൽ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ജയം പിടിച്ചെടുത്തത്. എക്സ്ട്രാ ടൈമിന്റെ 3-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ലഭിച്ച പന്ത് ലിസാൻഡ്രോ മാർട്ടിനസ് വലയിലെത്തിച്ച് അർജന്റീനയ്ക്ക് ലീഡ് നൽകി 2-1. എന്നാൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതിരുന്ന കേപ്പ് വെർഡെ 14-ാം മിനിറ്റിൽ സിഡ്നി ലോപ്പസിന്റെ ഒരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെ വീണ്ടും അർജന്റീനയെ ഞെട്ടിച്ചു. സ്കോർ 2-2. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 21-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്നുള്ള ഡിനയുടെ ഓൺ ഗോളിൽ അർജന്റീന രക്ഷപ്പെടുകയായിരുന്നു. കളിയിലുടനീളം മിന്നും സേവുകളുമായി തിളങ്ങിയ കേപ്പ് വെർഡെ ഗോൾ കീപ്പർ ബൊസീനിയയുടെ പ്രകടനമാണ് അർജന്റീനയെ വിറപ്പിച്ചത്. 120 മിനിറ്റും മത്സരത്തിലെ നിറഞ്ഞ സാന്നിധ്യമായി മാറിയ ബൊസീനിയ അർജന്റീനയുടെ ഗോൾ എന്നുറപ്പിച്ച 7ഓളം അവസരങ്ങളാണ് തട്ടിത്തെറിപ്പിച്ചത്. കേപ്പ് വെർഡെയുടെ ഈ 1-ാം നമ്പർ ജേഴ്സിക്കാരന്റെ വിസ്മയ പ്രകടനം തന്നെയാണ് ഈ മാച്ചിനെ ത്രില്ലടിപ്പിക്കുന്നതാക്കി മാറ്റിയത്. അടുത്തതായി പ്രീ ക്വാർട്ടറിൽ ഈജിപ്താണ് ഇനി അർജന്റീനയുടെ എതിരാളികൾ. നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് വെല്ലുവിളി ഉയർത്താൻ മുഹമ്മദ് സലയ്ക്കും കൂട്ടർക്കും സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.